പാലക്കാട് മണ്ഡലത്തിൽ സർപ്രൈസ് സ്ഥാനാർത്ഥിയെ അവതരിപ്പിക്കാൻ കോൺഗ്രസ്. മുൻ IAS ഉദ്യോഗസ്ഥൻ കണ്ണൻ ഗോപിനാഥനെയാണ് പരിഗണിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിന് പകരം മികച്ച സ്ഥാനാർത്ഥിയെ അണിനിരത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ നീക്കം. 18,000-ൽ പരം വോട്ടുകൾക്കാണ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ രാഹുൽ മാങ്കൂട്ടത്തിൽ വിജയിച്ചത്. എന്നാൽ പിന്നീട് അങ്ങോട്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ കൊണ്ട് കോൺഗ്രസിനും UDF-നും വലിയ തോതിലുള്ള തലവേദനയായിരുന്നു. ഇനി മത്സരിപ്പിക്കാൻ കഴിയാത്ത വിധം അദ്ദേഹം ലൈംഗിക പീഡന ആരോപണങ്ങളും കേസുകളും നേരിടുകയാണ്. ഇപ്പോൾ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കപ്പെട്ട ആളായതുകൊണ്ട് തന്നെ ഇനി പാർട്ടി ടിക്കറ്റിൽ അദ്ദേഹത്തിന് സീറ്റ് നൽകുക എളുപ്പമല്ല, സീറ്റ് നൽകാൻ കഴിയില്ല. അതുകൊണ്ടാണ് മറ്റ് നല്ല പ്രതിച്ഛായുള്ള നേതാക്കളെ, ആ വ്യക്തികളെ ആ സീറ്റിലേക്ക് പരിഗണിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് സിവിൽ സർവീസിൽ നിന്ന് സ്വയം വിരമിച്ച കണ്ണൻ ഗോപിനാഥനെ പാലക്കാട് സീറ്റിലേക്ക് പരിഗണിക്കുന്നത്. മധ്യവർഗ വിദ്യാസമ്പന്നരായ വോട്ടർമാർ ഏറെയുള്ള ഒരു മണ്ഡലമാണ് പാലക്കാട്. അപ്പോൾ അവിടെ ഒരു മികച്ച സ്ഥാനാർത്ഥിയെ അണിനിരത്തണം എന്ന ആലോചനയുടെ ഭാഗമായിട്ടാണ് കണ്ണൻ ഗോപിനാഥിൻ്റെ പേര് ചർച്ചകൾ വരുന്നത്. ഇതിനർത്ഥം കണ്ണൻ ഗോപിനാഥനെ അവിടെ സ്ഥാനാർത്ഥിയായി നിശ്ചയിച്ചു കഴിഞ്ഞു എന്നല്ല, മറിച്ച് അവിടെ പരിഗണിക്കപ്പെടുന്നവരുടെ പേരുകളിൽ കണ്ണൻ ഗോപിനാഥിൻ്റെ പേര് കൂടി ഉണ്ട് എന്നതാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഇക്കാര്യത്തിൽ ഇലക്ഷൻ കമ്മിറ്റിയും സ്ക്രീനിംഗ് കമ്മിറ്റിയും ഒക്കെ കഴിഞ്ഞ ശേഷം മാത്രമേ ഒരു പട്ടികയിലേക്ക് അദ്ദേഹത്തിൻ്റെ പേര് പൂർണ്ണമായും വരുമോ എന്ന കാര്യം ഉറപ്പിക്കാൻ കഴിയും.